فإن تولوا فقولوا اشهدوا بأننا مسلمون. ഒരു നൂറ്റാണ്ടിന്റെ നവോത്ഥാന പാരമ്പര്യമുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമായ മലപ്പുറം ജില്ലയിലെ പുളിക്കൽ പ്രദേശത്ത് അന്ധവിശ്വാസങ്ങളെ പുനരാനയിക്കുന്ന നവയാഥാസ്ഥിതികരുടെ പ്രാകൃത ചെയ്തികളിൽ സഹതപിക്കുകയാണ് നാം. ഖുർആൻ തെറാപ്പിയുടെയും കൗൺസിലിംഗിന്റെയും മറവിൽ നടക്കുന്ന പ്രാകൃത ചികിത്സയിലൂടെ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയ നവയാഥാസ്ഥിതികർക്കെതിരെ നാം പ്രതികരിക്കുക. ഇക്കൂട്ടർക്ക് സന്മാർഗം ലഭിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സംഗമത്തിന്റെ മുഖ്യ പ്രഭാഷണം നടത്താൻ യുവ പണ്ഡിതനായ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ അഇസ്സത്തിൻ അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹ് വലാ യഖാഫൂന ലൗമത ലായിം ദാലിക ഫദ്ലുല്ലാഹി യുഅ്തിഹി മൻ യശാ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅ്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ഗുരുനാഥന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, എൻ്റെ ശബ്ദം ഓൺലൈൻ വഴി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹാദരണീയരായ സുഹൃത്തുക്കളെ, സാധാരണ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള ഒരു വിളി കേട്ട് ആളുകൾ ഓടി വരാറുണ്ട്. തീർച്ചയായും അതിന് തക്കതായ കാരണമുണ്ടാവുകയും ചെയ്യും. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ പിതാവോ മാതാവോ മരണപ്പെട്ടു എന്ന് കേട്ടാൽ എത്ര ദൂരെയാണെങ്കിലും ഓടിയെത്തുക എന്നത് മക്കൾ സ്വാഭാവികമായി നിർവഹിക്കുന്നൊരു കാര്യമാണ്. സഹോദരന്മാരും സഹോദരികളുമെല്ലാം ആ ദൗത്യം നിർവഹിക്കും. കൂട്ടുകാരും കുടുംബങ്ങളും വേണ്ടപ്പെട്ടവരുമെല്ലാം അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഓടിയെത്താറുണ്ട്. ഇന്ന് പുളിക്കൽ എന്ന ഈ പ്രദേശത്ത് ഒരു ചെറിയ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് ഇത്രയുമധികം ആളുകൾ എത്തിച്ചേരുന്നതിൽ സ്വാഭാവികമായും വളരെ വലിയ ചില കാരണങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഒരു പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും കടക്കൽ കത്തിവെക്കാൻ അതിൻ്റെ അകത്തു തന്നെയാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ചില ആളുകൾ തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ആദർശത്തെ കൊന്നു കുഴിച്ചു മൂടുവാൻ മാത്രം അവർക്ക് ധൈര്യവും തൻ്റെ ഇടവും ഉണ്ടായിരിക്കുന്നു എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമായ പുളിക്കലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൊറുപ്പിക്കാൻ സാധ്യമല്ല. ഇത് ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ അരീക്കോടായിരിക്കും, മറ്റന്നാൾ ഇടവണ്ണയും അടുത്ത ദിവസം എടത്തനാട്ടുകരയും പിന്നെ
മോന്തായത്തിന് തീപിടിച്ചാൽ പിന്നെ രക്ഷപ്പെടുത്തുക എന്നത് വളരെ പ്രയാസമാണ്. അത് വരാതിരിക്കുവാനുള്ള എളിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ഒരു ബഹുജന സംഗമം ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശം. മുജാഹിദ് പ്രസ്ഥാനത്തിന് പുളിക്കൽ പ്രദേശം നൽകിയിരിക്കുന്ന ആതിഥ്യം നന്നായി അറിയുന്നവരും മനസ്സിലാക്കുന്നവരുമാണ് നമ്മൾ. ഇവിടെ യാഥാസ്ഥിക വിഭാഗം ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് അതിൽ നമസ്കരിക്കുവാൻ 40 പേർ തികയണമെന്നുള്ള അവരുടെ നിബന്ധന പൂർത്തീകരിക്കാൻ അയൽ പ്രദേശങ്ങളിൽ നിന്ന് വാഹനത്തിൽ ആളുകളെ കൊണ്ടുവന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർ മുജാഹിദുകളായിരുന്നു എന്നാണ്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമാണ്, അതിൻ്റെ ശക്തികേന്ദ്രമാണ്. കേരളത്തിലെ ഒരുപാട് പ്രദേശങ്ങളിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശം എത്തിക്കുന്നതിൽ ഏറ്റവും മികച്ച സംഭാവനകൾ നാടിന് സമർപ്പിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളുടെ കേന്ദ്രമാണ്. ഈ കേന്ദ്രത്തിന് ഒരപകടം സംഭവിച്ചാൽ, ഇവിടെ ഒരു പ്രശ്നമുണ്ടായാൽ ആദർശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാർക്കും അതിൻ്റെ പ്രയോക്താക്കൾക്കും അതിൻ്റെ പ്രചാരകർക്കും അടങ്ങിയിരിക്കുവാൻ സാധിക്കുകയില്ല എന്നു തന്നെയാണ് ഈ സംഗമത്തിന് പ്രഖ്യാപിക്കാനുള്ളത്. ഓരോ പ്രദേശത്തും ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി ത്യാഗം ചെയ്ത ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത പലതും ത്യജിക്കേണ്ടി വന്ന ഒരു പഴയ ചരിത്രം നമുക്കറിയാം. ആ ചരിത്രത്തിൻ്റെ പിൻബലത്തിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റവും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇടവണ്ണയിൽ അലയു മൗലവിയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ സ്വന്തം ജീവിതം പ്രസ്ഥാനത്തിനും നാടിനും സമർപ്പിച്ചപ്പോൾ അവിടെ ഉയർന്നു വന്നത് കേവലം ചില ചെങ്കല്ല് കൊട്ടാരങ്ങൾ മാത്രമല്ല. കേരളത്തിലെ പ്രബുദ്ധ സമൂഹത്തെ തന്നെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും തിരിച്ചു വിളിക്കാൻ, യഥാർത്ഥ മതത്തിൻ്റെ വക്താക്കളാക്കി മാറ്റുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിക്കാനുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കുവാൻ ഒരു കാലത്ത് അവിടെ ഉയർന്നു വന്ന സ്ഥാപനങ്ങൾക്ക് സാധിച്ചിരുന്നു. അരീക്കോട് NV അബ്ദുസ്സലാം മൗലവിയെ പോലെയുള്ള ത്യാഗോജ്വലരായ പണ്ഡിതന്മാർ അവർ ചെയ്തു വച്ചിരിക്കുന്ന ഉദാത്തമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി, അതിൻ്റെ പ്രതിഫലനമായി ആ നാട്ടിൽ വന്ന മാറ്റങ്ങളും നമുക്കറിയാം. അവിടെയും പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മാതൃകായോഗ്യമായ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനങ്ങൾ ഈ നാടിനും നാടിന് പുറത്തും ഇസ്ലാമിൻ്റെയും ഇസ്ലാഹിൻ്റെയും ശബ്ദമെത്തിക്കുന്നതിൽ ഒട്ടും ചെറുതല്ലാത്ത പങ്കുവഹിച്ചിട്ടുണ്ട്. തിരൂരങ്ങാടിയിൽ KM മൗലവി സാഹിബിൻ്റെയും MK ഹാജിയുടെയും ഒക്കെ വളരെ അവിരാമമുള്ള പ്രയത്നങ്ങളുടെ ഫലമായി ആ നാടിനും അതുവഴി പുറം ലോകത്തിനും ഒരുപാട് മാറ്റമുണ്ടാക്കുവാൻ അവരുടെ കൈകളാൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്കും അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. പുളിക്കൽ പ്രദേശം ഒട്ടും വ്യത്യസ്തമല്ലെന്ന് നമുക്കറിയാം. വാഴക്കാട് ഈ പ്രദേശത്ത് കാലുകുത്തി ആദർശ പ്രബോധന രംഗത്ത് ഒരു പുരുഷായുസ് ചെലവഴിച്ചിരിക്കുന്ന MCC അബ്ദുറഹ്മാൻ മൗലവിയും MCC ഹസൻ മൗലവിയും അവർ പടുത്തുയർത്തിയിരിക്കുന്ന ഒരു ആദർശ പ്രസ്ഥാനത്തിൻ്റെ